ചെകുത്താൻ കോട്ടയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സംഘടന ചെയ്ത പോലെ തന്തയില്ലാത്ത തരം ഏതെങ്കിലും മറ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ടോ? അവര് PSC മര്യാദയ്ക്ക് പരീക്ഷ നടത്തിക്കൊണ്ടിരുന്ന പബ്ലിക് സർവീസ് കമ്മീഷനിൽ വരെ SFI തിരുവനന്തപുരം നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ആൾക്കാർക്ക് ഏത് രീതിയിലാണ് അവർ കയറിയത്? പരീക്ഷ നടത്തിപ്പിൽ അവർ ബാധിക്കുന്നുണ്ട്. എന്തെല്ലാം. ഹലോ ശ്രീ അഞ്ജു പാർവതി, കേരളത്തിൽ മാധ്യമങ്ങൾ ഒരു 10-12 ദിവസം ചർച്ച ചെയ്യുന്ന വിഷയമാണ് സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മരണം. ഓക്കെ, ആ മരണം സമ്മതിക്കാണ്, കൊലപാതകം സമ്മതിക്കാണ്. പക്ഷെ അന്ന് മുതൽ ചാനൽ ചർച്ചകളിലും ചാനൽ അവതാരം പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും SFIയുടെ മേൽ കുറ്റം ആരോപിക്കണം. SFI നേതാവ് ആർഷ ഉൾപ്പെടെ പറയണം, നമ്മളാരും പറയുന്നില്ല മരണം കൊലപാതകമാണ് എന്ന് പറയുന്നുണ്ട്, ആത്മഹത്യ എന്ന് പറയണം. പക്ഷെ SFIയുടെ പേര് എന്തിനു വലിച്ചടിക്കുന്നു? ആ കോളേജിൽ നടന്ന വിദ്യാർത്ഥി തമ്മിലുള്ള സംഘർഷണം മാത്രമാണത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ അഭിലാഷോട് തീർത്ത് ഉപയോഗിച്ചുകൊണ്ട് മറ്റേ ആദ്യമേ പേര് ആർഷോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ സത്യം മനസ്സിലുള്ള ഒരു വെറുപ്പ് പ്രകടമാക്കേണ്ടി തന്നെ വരുന്നു. കാരണം ആരാണ് ഈ ആർഷോ? ഈ ആർഷോയുടെ പേരിലുള്ള എത്രമാത്രം കേസുണ്ട്? മാറടി വിലച്ചി നിനക്ക് എന്താ പറയാ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ ഒരുത്തൻ സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ നേതാവായിട്ടിരിക്കുന്ന ഒരു സംഘടന, അതാണല്ലോ ഈ SFI. ഇത്രയും വൃത്തികെട്ട ഒരു സംഘടന വിദ്യാർത്ഥി പക്ഷത്തുള്ള ഒരു സംഘടന മറ്റൊരിടത്തും ഇല്ല. ആകെ എന്താ പറയാ, ഈ ഒരു എല്ലാരും കൂടെ ഇന്ത്യയുടെ എങ്ങനെ തെക്കേ മൂലയിൽ കൊണ്ടാക്കിയിട്ടിട്ടുണ്ട് ഈ പാർട്ടി. ആ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ഈ ഫാസിസം അത് മാത്രമാണ് അവരുടെ മുഖമുദ്ര. ആ ഒരു വെള്ളക്കൊടിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. എന്ത് കോപ്പാണ്, പറയുന്നതിൽ വിഷമം തോന്നരുത്. ആദ്യമായി ഞാനൊരു അധ്യാപിക ഈ ഒരു വാക്കിന് ഉപയോഗിക്കേണ്ടി വരുവാണ്. ഇത്രയും മലിനമായ ഒരു വിദ്യാർത്ഥി സംഘടന ഈ ഭൂമുഖത്ത് തന്നെ ഇല്ല. ഇവരെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കാപാലികന്മാരല്ലെ കാട്ടാളന്മാരിനപ്പുറം മറ്റൊരു വാക്ക് ഇവർക്കെതിരെ പറയാൻ നമുക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് ആർഷോയുടെ പേര് പറഞ്ഞപ്പോൾ ആദ്യമേ ഇത്രയും ഷോ കാണിക്കുന്ന ഇത്രയും വൃത്തികെട്ടവൻ അങ്ങനെ ഒരാള് വിദ്യാർത്ഥി സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ ഈ സംഘടനയിൽ നിന്നൊക്കെ എന്ത് പ്രതീക്ഷിക്കാനാണ് കുട്ടികൾക്ക്? പിന്നെ സിദ്ധാർത്ഥിന്റെ ആ ഒരു മരണമല്ല, കൊലപാതകം പച്ചയ്ക്ക് 3 ദിവസം വിചാരണ ചെയ്ത് ആ ഒരു കൊച്ചിനെ കെട്ടിത്തൂക്കി. അത് ഈ ഒരു സംഘടന മാത്രമല്ല, CPM എന്ന് പറയുന്ന കൊലയാളി പാർട്ടിയുടെ തലപ്പത്ത് അവര് അധികാരത്തിൽ കയറ്റി വെച്ചിട്ടുള്ള ഒരു വാഴ്ചയിലെ, അതായത് ഡീൻ തൊട്ട് വാർഡൻ തൊട്ട് എല്ലാവർക്കും ഇതിൽ വ്യക്തമായ പങ്കുണ്ട്. അവിടെ നടന്ന ഒരു കൊലപാതകം അല്ലത്, ആൾക്കൂട്ട വിചാരണ കൊലപാതകം അല്ലെ. കേവലം വെറും ഒരു കൊലപാതകം എന്ന് പറഞ്ഞത് നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. താലിബാൻ മോഡൽ, ഒരുപക്ഷെ താലിബാനിൽ പോലും ഇത്രയും ക്രൂരമായ ഒന്നും ഉണ്ടാവില്ല. എന്തൊക്കെയാണ് എന്നിട്ട് പ്രതികളെ തെളിവെടുപ്പിൽ കൊണ്ടുവരുന്ന കാണുന്നുണ്ട് ഞാൻ, അവരുടെ ശരീരഭാഷ കാണുമായിരുന്നു. ഇത്രയും ക്രൂരമായിട്ടൊരു കൊലപാതകം ചെയ്തിട്ട് എത്ര കൂളായിട്ടാണ് അവന്മാർ വന്ന് ഇങ്ങനെയാണ് ഒരു കൊച്ചിനെ അതായത് ഇങ്ങനെ ഒരു പയ്യനെ മൃഗീയമായിട്ട് ഇത്രയും ദിവസം പീഡിപ്പിച്ച് കൊന്നിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സംഘടനയെ നിരോധിക്കണം. ഈ കേരളത്തിൽ ഞാൻ അടക്കമുള്ള മാതാക്കൾ പറയുന്നു, നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് കണ്ടവന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ കൊടിയ പീഡനം ഏറ്റുവാങ്ങി മരിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെ കൊല്ലപ്പെടാൻ വേണ്ടിയിട്ടല്ല. ഈ ഒരു കാപാല സംഘടനയെ നിരോധിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോക തന്നെ ചെയ്യണം ഓരോ മാതാപിതാക്കളും. മറ്റൊരു കാര്യമുണ്ട്, ഈ കൊലപാതകം ശരിയാണ് സംഭവിച്ച കൊലപാതകം, പക്ഷേ ഇത് SFI എന്ന സംഘടന എന്തിനു വലിച്ചഴിച്ചു? കോളേജിൽ സിദ്ധാർത്ഥും വിദ്യാർത്ഥിയും തമ്മിലുള്ള പ്രശ്നമാണ് എന്നാര് പറയുന്നത്? പിന്നീട് വന്ന നരേറ്റീവുകളല്ലേ. ആര് തമ്മിലുള്ള പ്രശ്നമാണ്? അവിടെ അറസ്റ്റിലായ യൂണിറ്റ് സെക്രട്ടറി തൊട്ട് ആ SFI ആയിട്ട് സംഘടനയായിട്ട് ബന്ധപ്പെട്ടവരെല്ലാവരും പിന്നെ സിദ്ധാർത്ഥിന്റെ യൂണിറ്റ് സെക്രട്ടറി എന്ന ആ വിദ്യാർത്ഥി SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ KSUന്റെ ABVPയുടെ ആയെന്ന് പറയൂ. അപ്പൊ നിങ്ങൾ വിദ്യാർത്ഥി മാധ്യമങ്ങള് ഞാൻ എന്ന് തൊട്ട് തുടങ്ങിയാണ് ഈ നരവേട്ട. ABVP പറഞ്ഞല്ലോ, ABVP എന്ന സംഘടന മൊത്തത്തിൽ അനുകൂലിച്ച് സംസാരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് SFIയുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നത്. സിദ്ധാർത്ഥും ആ സിദ്ധാർത്ഥ ഒരു പെൺകുട്ടിയെ എന്തോ മര്യാദ പെരുമാറുന്ന ഒരു സംഭവം, അതിനെതിരെയുള്ള ഒരു ചോദ്യം ചെയ്യൽ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അതാണ് ക്യാമ്പസുകളിൽ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോഡി എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം, ആർക്ക് വേണമെങ്കിലും സെക്സ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തി വെച്ചിട്ടുള്ള SFI ഈ സിദ്ധാർത്ഥം എന്നുള്ള പയ്യന് വാലന്റൈൻസ് ഡേയുടെ ഒരു കുട്ടിയുമായിട്ട് ഡാൻസ് ചെയ്യുകയോ അതാ ഞാനൊരു കാര്യം ചോദിച്ചത്, ഒരു പെൺകുട്ടിയായിട്ട് ഇടപഴകുന്ന ഒരു കാര്യം അത് ഇങ്ങനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് കൊലപാതകം ചെയ്യേണ്ടതാണോ? ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ അവൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? പോലീസിൽ അറിയിക്കുക, അല്ലെങ്കിൽ കോളേജ് അധികാരികൾ. കുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് 19-ാം തീയതി എന്താ പറയാ ഒരു പരാതി എഴുതി കൊടുക്കുവാണ്. ഇതെന്താണിത്? അപ്പൊ SFI തന്നെയാണോ കോളേജിലെ കോടതിയും ഈ പോലീസ് സ്റ്റേഷനും ഒക്കെ? അപ്പൊ അവർക്കാരാണ് വിചാരണ ചെയ്യാനുള്ള അധികാരം കൊടുത്തത്? ഈ കുട്ടിക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നല്ലോ സിദ്ധാർത്ഥിന്. എന്തെല്ലാം നടപടികൾ ചെയ്യാം അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ള പുതിയ ഭാഷ്യം. അതാണെങ്കിൽ പോലും എന്തെല്ലാം രീതിയിൽ അങ്ങനെ ഒരു കുട്ടി ചെയ്തിട്ടുണ്ട്.
എന്തൊക്കെ രീതിയിൽ നമുക്ക് ഈ രീതിയിൽ ഇവന്മാരാണോ ഇപ്പം ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കാൻ SFI എന്ന് പറഞ്ഞ പിശാച് പാർട്ടിക്ക് ആര് റൈറ്റ് കൊടുത്തു? ഇവന്മാരാണോ ചെയ്യേണ്ടത്? ശരി, എനിക്ക് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇതിൽ SFI വലിച്ചെടുക്കാൻ കാരണം ആ പ്രതികൾ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സെക്രട്ടറി ആയതുകൊണ്ടാണ്. കാരണം ഒരു SFIയുടെ പരിപാടിയിൽ വെച്ച എല്ലാ സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥി മരിച്ചത്. സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥി മരിച്ചത് SFI പരിപാടിയിലല്ല. പരിപാടി വെച്ച് പഠിക്കണ്ടല്ലോ. SFIക്കാരുടെ അവരുടെ ഒറ്റ നേതൃത്വത്തിൽ നടന്ന 3 ദിവസം തുടർച്ചയായിട്ടുള്ള വിചാരണയിൽ ആണ് ഈ സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത്. 1 തരം 2 തരം 3 തരം, അതിൽ വേറെ ഒന്നുമില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ പറഞ്ഞ സംഭവിച്ചു 3 ദിവസം വിദ്യാർത്ഥികൾ വിചാരണ നടത്തി. ആ സമയത്ത് SFIയുടെ കൊടിയോ SFI ജൈവിളിയോ ഒന്നും അവിടെ നടന്നില്ലല്ലോ. നമ്മൾ അറിയുന്നുണ്ടോ ഈ ഡീൻ തൊട്ട് ഒത്താശ ചെയ്ത് കൊടുത്തേക്കുന്ന ആൾക്കാര് ഈ കുട്ടികൾ കണ്ടു തുടങ്ങി ഇത്രയും വലിയൊരു കൊടും കൃത്യം നമ്മൾ പുറം ലോകം എങ്ങനെയാ അറിഞ്ഞത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും വരെ ഒളിച്ചു വെക്കപ്പെട്ട ഒരു സംഗതി. ഈ കുട്ടി 18-ാം തീയതി കുട്ടി മരണപ്പെടുകയാണ്. എന്നിട്ട് അനുശോചന യോഗമാണ്. ഡീൻ എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ പിശാച്, അയാളുടെ നേതൃത്വത്തിൽ അവിടെ അനുശോചന സമ്മേളനം നടക്കാൻ വരെ അയാൾക്ക് ആലോചിച്ചു. ബാക്കിയുള്ള കലാലയങ്ങൾ എങ്ങനെയാണ്? ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ 3 ദിവസം ഇയാൾ താമസിക്കുന്ന ഹോസ്റ്റലുമായിട്ട് വളരെ അടുത്താണ്. ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെ പറഞ്ഞ മാധ്യമ ചർച്ചയിൽ പറഞ്ഞ എല്ലാവർക്കും ഒരു പ്രത്യേകത, SFI എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ ദേഹത്ത് കയറി പൊണ്ടാലിടാം. പക്ഷെ മറ്റ് KSU ABVP ആണെങ്കിൽ മാധ്യമങ്ങൾ എത്ര മാധ്യമം ഇതേപോലെ അന്തി ചർച്ച വയ്ക്കും? എത്ര മാധ്യമം അന്തി ചർച്ച വയ്ക്കും? ഒന്നോ രണ്ടോ ദിവസം ഇതേപോലെ KSU ABVP മരിച്ചപ്പോൾ എത്ര രാഷ്ട്രീയ നേതാക്കൾ രാവും 11 വീട്ടിൽ കയറി ഈ സിദ്ധാർത്ഥിന്റെ വിദ്യാർത്ഥി മരിച്ചപ്പോൾ അന്ന് മുതൽ ഞാൻ 3 ദിവസം സിദ്ധാർത്ഥിന്റെ വീട്ടിൽ ഈ ന്യൂസ് കവറേജ് 3 ദിവസം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇതുവരെയും കാണാത്ത നേതാവ് KC വേണുഗോപാൽ ഉൾപ്പെടെ ആ വീട്ടിലുണ്ട്. രാവും പകലും ഇല്ലാതെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ആ വീട്ടില് സിദ്ധാർത്ഥിന്റെ വീടിന്റെ ഫ്രണ്ടിൽ എന്താണ് ചാണ്ടി ഉപവാസം നടത്തുന്നത്. ഇതൊക്കെ എന്തിനാണ്? ഇതിനു മുമ്പ് ഇവിടെ വിദ്യാർത്ഥികൾ മരിച്ചിട്ടില്ലേ? ഈ രീതിയിൽ ക്രൂരമായിട്ട് കൊലപാതകം ചെയ്യപ്പെട്ട് മരിച്ചിട്ടുണ്ടോ? ക്രൂരമായി റാഗിംഗ് എന്നുള്ള പേര് നിങ്ങൾ ഓമനപ്പുരത്ത് വിളിക്കൊന്നും വേണ്ട. ഈ രീതിയിൽ ആൾക്കൂട്ട വിചാരണ ചെയ്ത് ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ക്യാമ്പസിൽ മരിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇല്ല, ഇവിടെ ഞാൻ ആൾക്കൂട്ടം പറയാം. ഇതിനു മുമ്പ് എത്ര വിദ്യാർത്ഥികൾ SFI എത്ര വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ട്? അന്ന് ഇതുപോലെ സമരം നടന്നിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറ്റി ഇതുപോലൊരു സമാന സംഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? 2-3 കാര്യങ്ങൾ പറയാം. എന്തുകൊണ്ട് ജനരോഷം ഇത്രയും, ഞാനും ഒരു അമ്മയാണ്, എന്തുകൊണ്ട് ജനരോഷം ഇത്രയും രൂക്ഷമാകുന്നു? ഉത്തരങ്ങൾ പറഞ്ഞു തരാം. ഒന്നാമത് ക്യാമ്പസുകളിൽ SFI ചെയ്യണതിന്റെ വളരെ വ്യക്തമായിട്ട് 1970-കൾ മുതൽ ക്യാമ്പസുകളിൽ SFI കോട്ടയാക്കി മാറ്റി ചെകുത്താൻ കോട്ടയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സംഘടന ചെയ്ത പോലെ തന്തയില്ലാത്ത തരം ഏതെങ്കിലും മറ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ടോ? അവിടെ PSC മര്യാദയ്ക്ക് പരീക്ഷ നടത്തിക്കൊണ്ടിരുന്ന പബ്ലിക് സർവീസ് കമ്മീഷനിൽ വരെ SFIയുടെ തിരുവനന്തപുരം നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ആൾക്കാർക്ക് ഏത് രീതിയിലാണ് അവർ കയറിയത്? പരീക്ഷ നടത്തിപ്പിൽ അവർ ബാധിക്കുന്നുണ്ട്. എന്തെല്ലാം രീതിയിലാണ് SFI ചോദ്യ പേപ്പർ വരെ ഓർത്തം വന്ന വീട്ടില് നമ്മൾ ചോദ്യ പേപ്പർ കൊണ്ടുപോയിട്ട് ഞാൻ ചർച്ച തുടങ്ങിയപ്പോഴേ പറയുന്നത്, ഞാൻ ഒരിക്കലും SFI ന്യായീകരിക്കുന്നില്ല. തെറ്റ് തന്നെയാണ്, അവർ ചെയ്യുന്ന തെറ്റുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ ഞാൻ സമ്മതിച്ചു SFI ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ വിദ്യാർത്ഥികൾ തമ്മിലൊരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ SFIയുടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴോ SFIയുടെ പാർട്ടി പരിപാടിയിലോ ഒന്നുമല്ലാതെ അവിടെ നടത്തുന്നത് ഈ മരണം സംഭവിക്കുന്നത്. പാർട്ടി പരിപാടിയിൽ വെച്ച് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി പരിപാടിയിൽ എന്തെങ്കിലും നമ്മൾ നിങ്ങൾക്കറിയാം, പാർട്ടി ഒരു ആശയം കൊണ്ട് സംവദിക്കാൻ അറിഞ്ഞൂടാത്തൊരു സംഘടന, എന്താ പറയാ, ഏറ്റവും സംഘടനയും അങ്ങനെ എല്ലാമാണ് ഈ SFI CPM എന്ന് പറഞ്ഞ പാർട്ടി. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, അവർക്ക് അങ്ങനെ 40 വട്ടം അവർ പറയും അഭിപ്രായ സ്വാതന്ത്ര്യം. പക്ഷെ അവരുടെ പാർട്ടിക്കെതിരായിട്ട് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മരണം കാരണം ഏറ്റവും കൂടുതൽ ആഘോഷമായ മാധ്യമങ്ങളും എന്താണ് കോൺഗ്രസ് എന്ന പാർട്ടിയും അതുപോലെ കേരളത്തിലൊരു ഗവർണറും എന്തായിരുന്നു വരുന്നു. ഇതിന് ഒരു മന്ത്രിയുണ്ട് ഈ കോളേജിനും എല്ലാം ഒരു മന്ത്രിയുണ്ട് യൂണിവേഴ്സിറ്റി. ആ മന്ത്രി ചെയ്യേണ്ട നടപടിക്ക് മുമ്പ് തന്നെ എനിക്ക് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗവർണർ കയറി വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യുന്നു. അന്ന് ആർബിന്ദു പറഞ്ഞല്ലോ എന്താണ് പറഞ്ഞത്, നമ്മൾ സസ്പെൻഡ് ചെയ്യുന്ന എന്തിനാ ഗവർണർ സസ്പെൻഡ് ചെയ്യാൻ പോയി പറഞ്ഞല്ലോ. അപ്പൊ ഗവർണർക്കും ഇത് കിട്ടിയ ഒരു അവസരം അതല്ലേ? ഒരിക്കലുമല്ല. ഈ കേരളത്തിലെ ഞാൻ ചോദിക്കുന്ന ചങ്കൂറ്റം, സണ്ടേടം എന്ന് ഒക്കെ പറയാൻ
കൃത്യമായിട്ട് ഒരാളുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ട്രൂ പ്രതിപക്ഷ നേതാവെന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെയാണ്. കാരണം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഒറ്റ സംഭവം ഉണ്ടല്ലോ, SFI എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹമാണല്ലോ ഗവർണറിന്. കിട്ടിയ അവസരം മുതലാക്കാൻ ശ്രമിച്ചു. ഞാൻ ചോദിച്ചത് ബാക്കി എല്ലാ നാട്ടിലും സംഘടനകളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം, ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ എപ്പോഴെങ്കിലും ഗവർണർ എന്ന് പറഞ്ഞാൽ ആരാണ്, അദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾ പോലും മനസ്സിലാക്കാതെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ നിഷേധിച്ചുകൊണ്ട് അങ്ങേർക്കെതിരെ നിൽക്കുമ്പോൾ SFI 1 കിലോമീറ്റർ മുമ്പ് തൊടി കാണിക്കുമ്പോൾ കാറിൽ ഇറങ്ങിയിട്ട് എന്റെ കാറിൽ വന്ന് അടിച്ചു എന്ന് പറയുന്നതാണോ ഗവർണർ? അങ്ങനത്തെ ചങ്കൂറ്റുണ്ട്. അതുകൊണ്ടാണ് ഈ SFI എന്ന് അത് കണ്ടായിരുന്നു. റോഡില് ഒരു കടയുടെ ഫ്രണ്ടില് കസറിയിട്ടിരിക്കുക, മോഹൻ കോൾ അമിത്ഷാ വിളിക്കുന്നത്. എന്ത് ഷോ, വെറും ഷോ. നമ്മുടെ ആർഷോയുടെ പോലെ വെറും ഷോ. അതെ, നിങ്ങളുടെ നേതാവിന്റെ ഷോ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഓർമ്മ വരുമായിരിക്കും. SFIക്ക് വേണ്ടി സംസാരിക്കുന്ന അഭിലാഷിന് ഓർമ്മ വരും ആ ഷോമാൻ ആണെന്ന്. പക്ഷെ ഇതാണ് റിയൽ ആയിട്ടുള്ള ചങ്കൂറ്റം. പുള്ളിക്കാരൻ ബ്ലഡി ക്രിമിനൽസ്. വൈസ് ചാൻസലറിനെ സസ്പെൻഡ് ചെയ്യാൻ കേരള സർക്കാർ പോകുന്ന മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഗവർണർ സസ്പെൻഡ് ചെയ്യുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പ് ചെയ്തു. ഞാൻ നിയമം നടപടി സ്വീകരിക്കുന്നു. എന്തിന് ഇതൊക്കെ? ഞാൻ ചോദിക്കട്ടെ, ബ്ലഡി ക്രിമിനൽസ് എന്നുള്ളൊരു വാക്ക് ഈ ഒരു കേരളത്തിന് സംഭാവന ചെയ്ത അദ്ദേഹം കേരള ഗവർണറുടെ വായന്ന് വീണ്ട വാക്കാണല്ലോ ഇതേപോലെ നല്ല വാക്കുകൾ. പിന്നെ SFI ഞാൻ ചോദിക്കട്ടെ, വിദ്യാർത്ഥി സംഘടനാ നേതാവിന്റെ വായിൽ നിന്ന് വീണ വേഷമായിരുന്നല്ലോ മാറടി പലസ്തീനകത്ത് കൊച്ചിന്, അച്ഛനില്ലാത്ത കൊച്ചിന്, തന്തയില്ലാത്ത കൊച്ചിനും ഉണ്ടാക്കി. SFI നേതാവിന്റെ പവറാണോ കേരളത്തിൽ ഗവർണറുള്ള പവർ? ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹം വിളിച്ച എന്താ തെറ്റ്? അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് അനാവശ്യമായിട്ട് എന്താ പറയാ, എല്ലാ നേതാക്കളും പറയുന്നുണ്ട് ഗവർണറിന് 1 കിലോമീറ്റർ മുമ്പ് തൊടി കാണിക്കുമ്പോ താറിയും ചാടി ഇറങ്ങിയിട്ട് എന്റെ വണ്ടിയിൽ വന്ന് അടിച്ചെന്ന് പറഞ്ഞ ഗവർണറാണോ ഇത്? ഞാനൊരു കാണിച്ചു നോക്കട്ടെ, അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സഞ്ചാര പാതയിൽ കയറി നിന്ന് ഗോ ബാക്ക് വിളിച്ച യുവമാരാരാണ്? ഈ കേരളം അല്ല ഇന്ത്യ. യുവമാരുടെ നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം. പക്ഷെ ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അതേ ഇതില് കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ കാണിച്ചപ്പോൾ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ വണ്ടിന് മുമ്പിൽ SFI ചാടിയിട്ടില്ല. വണ്ടിന് മുമ്പിൽ SFI എടുത്ത് ചാടിയിട്ടില്ല യൂത്ത് കോൺഗ്രസ്സുകാരെ പോലെ. SFIയുടെ വല്യേട്ടൻ പാർട്ടി കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കാറിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ കല്ലേറ് നടത്തിയത് ഏത് പാർട്ടിയാണോ നമ്മൾ മറന്നുപോകരുത് അഭിലാഷെ പാർട്ടിയോട് നമുക്ക് കൂറ് വിധേയത്വം അടിമത്തമൊക്കെ ആയിക്കോ. പക്ഷെ ഈ നമ്മൾ പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ വിദ്യകളല്ല. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഓരോ തെരഞ്ഞെടുപ്പ്, ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ചിരിച്ച മുഖമായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ കാൻഡിഡേറ്റ്സ് വീടിന്റെ മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നൊന്ത് വെച്ചിട്ടുള്ള ഓരോ അമ്മയും പറ്റുവാണെങ്കിൽ ചൂല് എടുത്തിട്ട് അടിച്ച് കണ്ടം വഴി ഓടിക്കണം. ഞാനൊക്കെ തീർച്ചയായിട്ടും അതന്നെയാണ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇവന്മാരെ കാരണം എന്താണ്, പ്രതിച്ഛായ ഉണ്ടായിരുന്ന ഒരു MLA, അതായത് അയാളെ ഞാൻ മുൻ ലെജിസ്ലേറ്റീവ് നമ്മൾ പറയല്ലേ MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ്, ഞാൻ പക്ഷെ അയാളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് മലരൻ. അതിന്റെ മലയാളം വാക്ക് എനിക്ക് മര്യാദയുള്ളത് ഞാൻ പറയുന്നില്ല. ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അങ്ങനെ ചെറുതാത്ത അവദാനങ്ങൾ വാഴ്ത്തിപ്പാടിയ ഒരു ശശീന്ദ്രൻ കൊലയാളികൾക്ക്, കാലന്മാർക്ക് കൂട്ടുപോയ മുതുകാലനായ ഒരു മനുഷ്യൻ. ലോകസഭ ഇലക്ഷൻ വരുമ്പം കോളേജിലെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ മരിച്ചാൽ എല്ലാ പാർട്ടിക്കാർക്കും SFIക്കാരും നെഞ്ചിലും ചെണ്ടയടിക്കാം. എന്ത് പ്രതിബദ്ധതയാണുള്ളത്? സഖാവ് തീരെ മടിച്ചു കിടക്കുന്നു. അദ്ദേഹത്തിന്റെ ബോഡി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പം തിരുവനന്തപുരത്ത് ഇന്നീ ലോകമെങ്ങും ശോഭിക്കും കർണഭൂതൻ തിരുവാതിര പാട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു സദസ്സിന് വിദ്യാർത്ഥികളെ മരണത്തെക്കുറിച്ച് അപലപിക്കാൻ എന്ത് റൈറ്റാണ് അഭിലാഷയുള്ളത്? ജനങ്ങൾക്കെല്ലാം അറിയാം, ചോദ്യം ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയിൽ ഓരോരുത്തരും കണ്ണം വഴിയോടും. നമ്മളത് കണ്ടു. നന്മമരം ഏറ്റവും ഒന്ന് ആലോചിച്ച് നോക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി PR വർക്ക് കൊണ്ട് നന്മമരം ചെരുപ്പിടാത്ത ആള് എന്ന് പറഞ്ഞിരുന്ന ആളുടെ റിയൽ ഫേസ് കണ്ട് നമ്മൾ നടി നിൽക്കുവാണ്. അയാളാണ് ഈ കാലന്മാർക്ക്, കുട്ടിക്കാലന്മാർക്ക് എന്താ പറയാ അനുഗമിച്ചു പോയത് പോലീസ് തടവാൻ വേണ്ടിയിട്ടല്ലേ. അയാൾക്ക് കുറച്ച് തുളിപ്പുണ്ടായിരുന്നെങ്കിൽ അയാളെങ്ങനെ പോവോ? എന്താ ഇവന്മാരെന്തെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് പോയതാണോ ജയിലിലേക്ക് പോലീസ് പിടിച്ചത്? അല്ല. ഒരു കൊച്ചിനെ പച്ചവെള്ളം പോലും കൊടുക്കാതെ 3 ദിവസം പൂട്ടിയിട്ട് ഇഞ്ചായിട്ട് കൊന്നിട്ട് ആ കാലന്മാർക്ക് കൂട്ടുപോയ മനുഷ്യനാണ് PR വർക്കുകൾ ഏറ്റവും നന്മ മരമെങ്കില്. അഭിലാഷെ ഒന്ന് ഓർത്തു നോക്കൂ. അങ്ങനെ PR വർക്ക് ഇവിടെ ഏറ്റവും വലിയ നന്മ മരത്തിന്റെ ഉള്ളിലുള്ള ഡെവലിഷ് നേച്ചർ ഇതാണെങ്കിൽ ബാക്കിയുള്ളവരെ പറ്റി പറയണോ? ഈ പാർട്ടി ഇന്ന് കേരളത്തിലെ ഇങ്ങനെ ഒതുങ്ങാനുള്ള ഒരൊറ്റ കാരണം, ഞങ്ങൾക്ക് തൃണമൂൽ നമുക്കറിയാം ആ ഒരു കാര്യത്തിൽ മമത ബംഗാളിൽ ഓടിച്ചു വിടുവാണ്. ചവിട്ടി അടിച്ചു കൂട്ടി എല്ലാം ഇവിടെ വന്ന് പൊറോട്ട അടിക്കുന്നുണ്ട്. കാരണം കേരളം എന്ന് പറയുമ്പോൾ എല്ലാ ക്രൈംസിന്റെയും സൈക്കോപാത്തുകളുടെ ഒക്കെ വിളനിലമാണ്. എല്ലാവർക്കും ഇവിടെ സീറ്റ് ഉണ്ട്. പക്ഷെ ഇത് അധികകാലം ഓടില്ല.
എന്തായാലും എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സിദ്ധാർത്ഥിന്റെ മരണം എന്നോട്ടാണ് എത്രമാത്രം സത്യത്തിന് പുറത്തു വരാണോ കണ്ടത്. നന്ദി ശ്രീ അഞ്ജു പാർവതി. താങ്ക് യു.